സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? കാണിച്ചു തന്നില്ലായിരുന്നോ? റെഡ് വരയ്ക്കുന്നു, ഗ്രീൻ വരയ്ക്കുന്നു ഒക്കെ കാണിച്ചു തന്നില്ലായിരുന്നോ? ഡു യു റിമെമ്പർ ദാറ്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കല്ലായിരുന്നോ പറഞ്ഞത്? ഫിഫ്തിനാന്റിയല്ലേ പറഞ്ഞത് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നതെല്ലാം. ഇനി ഫൈൻഡിങ് ആൻഡ് റീപ്ലേസിങ്. ഫൈൻഡിങ് ആൻഡ് റീപ്ലേസിങ്. ലക്ഷ്മിപ്രിയ, ദേവപ്രിയ, ആർ യു ഈറ്റിംഗ് ഫുഡ്? Now only are eating. ഇത്ര സമയം വിശന്നിരുന്നോ കുഞ്ഞ്? 2 മണിയായില്ല, ചോറൊക്കെ നേരത്തെ കഴിക്കണ്ടേ? ഓക്കെ, മക്കളെ ശ്രദ്ധിക്കണ്ടേ? ജോയിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചായിരുന്നു, കേറിയോ? ഓക്കെ. ഏഞ്ചലെ മോളെ സ്റ്റക്കാണോ? കേൾക്കുന്നുണ്ടോ? മറ്റേ ഏഞ്ചലെ രാവിലത്തെ ക്ലാസ് മൊത്തം സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്റ്റക്കാക്കി വെച്ചതല്ലേ? ഓക്കെ, ശരി. Now if you have typed a full paragraph or story, something like that, big ones. If you have typed only one small paragraph or one line, it is very easy to find whether spelling mistake is there, or if you have not typed anything like that. നമ്മൾ ടൈപ്പ് ചെയ്തത് ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു കുറച്ച് ലൈൻസ് മാത്രം അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്താ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മള് പിന്നെ വലിയൊരു പാരഗ്രാഫ് തന്നു കഴിയുമ്പോൾ കുറച്ച് വലുത്, ബിഗ് വൺ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു 2 pages 3 pages വിൽ ബി ദേർ. അവിടെ അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രം ബിഗിനിങ് ഇഫ് യു വാണ്ട് ടു സെർച്ച് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് അല്ലെ? മൊത്തം മേളി മുതൽ താഴെ വരെ അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരൊക്കെ സപ്പോസ് ഒരു പേരാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോ ഒരു സ്റ്റോറി എഴുതി, സ്റ്റോറിയിൽ ഐ വാണ്ട് ടു ചേഞ്ച് എ പേഴ്സൺസ് നെയിം. In my story I was talking about a fox. ഞാനൊരു ഫോക്സിനെ കുറിച്ചുള്ള സ്റ്റോറിയിലാണെങ്കിൽ എനിക്ക് ആ ഫോക്സ് എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് വൂൾഫ് എന്നാക്കണം എന്നൊരിക്കല് എവിടെയൊക്കെ ഫോക്സ് ഉണ്ടോ അതെല്ലാം എനിക്ക് ചേഞ്ച് ചെയ്യണം. മൊത്തത്തിലൊരു കുറേ വരുന്ന മിസ്റ്റേക്കുകൾ വരും അല്ലേ? മീൻസ് മിസ്റ്റേക്ക് അല്ല, ഞാൻ ടൈപ്പ് ചെയ്ത ഒരു 3 pages ഉള്ള സ്റ്റോറി, ആ സ്റ്റോറി ഒരു ഫോക്സിനെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. പക്ഷെ എനിക്കത് പിന്നെ വൂൾഫിനെ കുറിച്ച് ആക്കണം എന്ന് വിചാരിച്ചു. വൂൾഫ് എന്നാക്കണം ഇൻസ്റ്റെഡ് ഓഫ് ഫോക്സ്. ഐ വാണ്ട് ടു റൈറ്റ് വൂൾഫ്. അല്ലെങ്കിൽ ആ ഫോക്സിന് ഒരു പേര് കൊടുത്തു എന്ന് വിചാരിക്കാം, കുട്ടു. ആ കുട്ടുവിന്റെ പേര് എനിക്ക് മാറ്റണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൊടുക്കണം. ഇത് എല്ലായിടത്തും നമ്മള് ഈ പറഞ്ഞ കുട്ടു എന്നുള്ളത് തിരുത്തണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ തിരുത്തേണ്ടതായിട്ട് വരില്ലേ? ആ തപ്പി റീഡ് ഇറ്റ്, സെൻഡ് ഇറ്റ്. സോ നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. So നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസിന്റെ ഓപ്ഷൻ ആണ് കാണിച്ചിരുന്നത്. After she had completed writing her first book, how could J.K. Rowling have changed the name of her hero from Harry Potter to Lucky Singer? ഇവിടെ ഒരു വലിയ ബുക്ക് എഴുതിയ ആളുടെ കഥ ഇത് പറയാണ്. You know that one book will be nearly 15, 20, 30, 50, 100 pages will be there, isn't it? Okay. So after completing that story, she wanted to change the name of the hero of that story. ആ സ്റ്റോറിയിലെ ആളുടെ പേര് മാറ്റണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫോക്സിന് ഒരു പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും പേര്, അപ്പൊ ആ പേര് മാറ്റിയിട്ട് വേറൊരു പേര് ഇടണം. If I want to change anything like that way, so it is difficult to go through all the pages and to read all that and to replace it. എല്ലാം വായിച്ചിട്ട് ഓരോന്ന് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാകും. If it is a big story or big novel or something like that way. So കമ്പ്യൂട്ടർ നമ്മുടെ വർക്ക് ഈസി ആക്കി തരും. എങ്ങനെ? She could have to go through each page of the novel and change each occurrence of the name. So ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഹാരി പോട്ടറിന്റെ പേരാണ് പറഞ്ഞത്, ഹാരി പോട്ടർ ടു ലക്കി സിംഗ് പേര് മാറ്റണം എന്നൊരിക്കല്. അപ്പൊ എല്ലാ പേജിലും പോയിട്ട് വായിക്കല് ബുദ്ധിമുട്ടല്ലേ? അതിനെന്ത് ചേരുന്നത്? In MS Word there is an option to find any word or a particular string to text or replace it with another automatically. So ഒരെണ്ണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഫോക്സിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? കുട്ടു അല്ലെ? സോ ഫോക്സ് ഇട്ടോട്ട് എല്ലാത്തിനെയും കുട്ടു നിർണം. അങ്ങനെയെങ്കിൽ നല്ല പേരല്ല. എന്താ ചിരിക്കുന്ന? ഹന്നയ്ക്ക് സന്തോഷമായിട്ട് നല്ല പേര്. ഹന്നയുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ പേര്? ഡോഗ് ക്യാറ്റുണ്ടോ? ഇല്ല. പിന്നെന്താ ചിരിയൊക്കെ പാസ്സാക്കിയ? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്റെ വീടിന്റെ അടുത്ത വീട്ടിലെ പൂച്ചയുടെ പേര് കുട്ടു എന്ന്, അതുകൊണ്ട് പറഞ്ഞത് കേട്ടാ. മൈ നെയ്ബറിംഗ് ഹൗസ് they are having one small kitten, they are calling കുട്ടു. So just അതെന്റെ വീട്ടിലിടയ്ക്ക് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വരും. അവരാരെങ്കിലും വരുമ്പം കൂടുതൽ ഇറങ്ങി വരും. പക്ഷെ പിന്നെ തിരിച്ചു കയറി പോകാൻ അറിയത്തില്ല. റോഡിന്റെ അപ്പുറം ഇപ്പുറം റോഡ് ക്രോസ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഞാൻ കൊണ്ടേക്കണം. അല്ലെ, അങ്ങനെയാണ് കുട്ടുവിന്റെ സ്വഭാവം. ഓക്കെ.
So if we want to change the name, ആ പേര് മാറ്റണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് MS Word ഒരു ഓപ്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് എന്ന് വെച്ചാൽ one we have to do, ഒരെണ്ണം നമ്മൾ കൊടുക്കണം, തിരുത്തണം. എന്നിട്ട് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ wherever that Puttu is there, അല്ലെങ്കിൽ wherever that person's name is there, it will be replaced by the new name. പുതിയ പേര് നമ്മൾ ഏതാണോ ടൈപ്പ് ചെയ്തേക്കുന്നത് അത് വെച്ചിട്ട് മൊത്തം മാറ്റിക്കൊടുക്കും. എത്ര പെട്ടെന്ന് suddenly it will do that. നമ്മളിപ്പോൾ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചൊന്നും നടക്കണ്ട, ഫാസ്റ്റ് ഇറ്റ് വിൽ ഡു. കമ്പ്യൂട്ടർ ഭയങ്കര ഫാസ്റ്റ് അല്ലേ? ഓക്കെ. സോ Raja has typed a paragraph on his history of ice cream. He has typed cream in place of cream. Spelling തെറ്റിച്ചു ഒരു സ്ഥലത്ത്. I call my cousin brother Puttu Chotai. Okay. അതുകൊണ്ടാണ് ചിരിച്ചത് അല്ലേ? ഓക്കെ, ശരി. ഇവിടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഐസ്ക്രീം എന്നുള്ളതിന് ക്രീമിന്റെ സ്പെല്ലിംഗ് മാറിപ്പോയി. എല്ലായിടത്തും CREAM എന്നുള്ളിടത്ത് CRAEM എഴുതിപ്പോയി. ഒരു ചെറിയ മിസ്റ്റേക്ക്. അപ്പൊ എന്തെങ്കിലും അപ്പൊ എന്താ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറെ എണ്ണം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ ടു നോട്ടിഫൈ ദിസ് എറർ. ഹി ഹാസ് ടു ഫോളോ ഇവിടെ നോക്കിക്കേ, പേജ് 40 തന്നിരിക്കുന്ന ചിത്രം കണ്ടോ? പേജ് 40 സെക്കൻഡ് പിക്ചർ നമുക്കിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നു, പക്ഷെ ഇതിപ്പം ഓപ്പൺ ആകുന്നില്ല, അതുകൊണ്ടൊരു ഇതില്ല. സൈഡില് അതായത് 5.19 റീപ്ലേസ് ഐക്കോൺ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചിത്രമാണ് കേട്ടോ. അത് ലാസ്റ്റ് റൈറ്റ് കോർണറിൽ ടോപ്പ് റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ഫൈൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞ ആ എയുടെ ഒക്കെ അപ്പുറത്ത് കണ്ടോ? എഡ്വിൻ കണ്ടില്ലേ? ഓക്കെ, എഡ്വിന്റെ തലകുലുക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ടെക്സ്റ്റ് ബുക്കിലേ ഇല്ല അങ്ങനെ ഒരു സംഭവം. ഓക്കെ, എല്ലാരും കണ്ടില്ലേ? ജോസി കണ്ടില്ല, കണ്ടിട്ട് വേണോ? Did you take page number 40? സെക്കൻഡ് പിക്ചർ. അതിനകത്ത് 3 പിക്ചറില്ലേ? ഒരു കോളം വി ഡു നോ എക്സാക്ട്ലി ദ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന പാരഗ്രാഫ് ടൈപ്പ് ചെയ്തേക്കുന്നത്. അതിന്റെ താഴെ ഫിഗർ 5.19 എന്നും പറഞ്ഞിട്ടൊരു ചിത്രം. ഇങ്ങനെ ഏത് പേജ്? 14 അല്ല 40, പേജ് നമ്പർ 40. അത് തന്നെയാണോ? അതിനകത്ത് രണ്ടാമത്തെ ചിത്രമില്ല കുഞ്ഞു, ഇത് നീളത്തിൽ കിടക്കുന്നേ. അതിലാ കണ്ടോ? ഇവിടെ ലാസ്റ്റ് ഉണ്ടോ? ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഓക്കെ, ജോസിക്ക് ശരിക്കും ഒരു കണ്ണാടി മേടിച്ചു കൊടുക്കേണ്ട പ്രായമായി തോന്നുന്നു. ചില സമയത്ത് 90 വയസ്സായിട്ട് തന്നെ ഇരുന്ന് കുറുകുറുക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓൾഡ് മൂവ്മെന്റ് ആയി തോന്നുന്നല്ലേ ജോസി? ഓക്കെ, കറക്റ്റ് ജോസി കണ്ടു. ഓക്കെ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ കണ്ടോ? ഓക്കെ, we have to click there. Go to the beginning of document. You can use Control and Home keys to do this. Then go on Home tab under the editing group. Click on the replace icon. Replace, find, replace എന്ന് പറഞ്ഞുണ്ട്. ഫൈൻഡിന്റെ അടിയിൽ ഓപ്ഷൻ ഉണ്ട്, ഫൈൻഡ്, സെലക്ട്, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുണ്ട്. ഓക്കെ, ക്ലിക്ക് ഓൺ ദ റീപ്ലേസ് ടാബ് ടു ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു അവിടെ നമ്മൾ ഫൈൻഡ് റീപ്ലേസ് എന്നുള്ളത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ താഴത്തെ 5.20 എന്നുള്ള ചിത്രമില്ലേ, 5.20 എന്നും പറഞ്ഞുണ്ട് ഫിഗർ. അങ്ങനെ ഒരു വിൻഡോസ് ഓപ്പൺ ആയിട്ട് വരും. അതില് ചോദിച്ചേക്കുന്ന ഫൈൻഡ് വാട്ട്, എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? അപ്പൊ അവിടുത്തെ സ്പെല്ലിങ് CREAM ആണ് ആയത്. നമുക്ക് ഇവിടെ എന്താ തിരുത്തേണ്ടത്, ഫൈൻഡ് ചെയ്യേണ്ടത്? ഫോക്സ് എന്നുള്ള വേർഡ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഫോക്സിനെയും കുട്ടൂനെയും. അപ്പൊ ഫോക്സ് എന്നുള്ള വേർഡ് അപ്പൊ അത് ടൈപ്പ് ചെയ്യുക. അതിന് താഴെ റീപ്ലേസ് ചെയ്യാനുള്ള വേർഡും കൂടെ എഴുതുക. കുട്ടു എഴുതി. ദെൻ അതിനുശേഷം ഓക്കെ ഫൈൻഡ് വാട്ട് ബോക്സ് ടൈപ്പ് ദ വേർഡ് ക്രീം. ദെൻ ഇൻ ദ റീപ്ലേസ് വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടില്ലേ? അവിടെ നമുക്ക് കറക്റ്റ് കുട്ടു വന്ന് ടൈപ്പ് ചെയ്യുക ക്രീം. ക്ലിക്ക് ഓൺ റീപ്ലേസ് ടു റീപ്ലേസ് ദ വേർഡ് ക്രീം ബൈ ക്രീം വൺസ്. ഈ താഴെ അതിന്റെ താഴെ 3-4 ഓപ്ഷൻ കിടപ്പുണ്ട്. റീപ്ലേസ് ഓള്, ഫൈൻഡ് നെക്സ്റ്റ്, ക്യാൻസൽ. സ്ക്രീൻ ഷെയർ ചെയ്യുവായിരുന്നെങ്കിൽ പറ്റുമായിരുന്നെങ്കിൽ അതെല്ലാം കൂടെ കൺസിഡർ ആയിരുന്നു. ഇവിടെ ഈ താഴെ തന്നിരിക്കുന്ന ഇതിൽ നോക്കുക. ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവൂല്ലോ അല്ലെ?
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കിയോ, അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഫൈൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫൈൻഡില് നമുക്ക് തെറ്റായിട്ട് പോയിട്ടില്ല, അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുള്ള വേർഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. ആൻഡ് ബിലോ ദാറ്റ് ദർ ഈസ് അനദർ ഓപ്ഷൻ കോൾഡ് റീപ്ലേസ് വിത്ത്. സോ ആ ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള കറക്റ്റ് വേർഡ് ഏതാണോ അത് കൊടുക്കുക. ദെൻ അതിന്റെ താഴെ മോർ എന്നും പറഞ്ഞിട്ട് ഇപ്പുറത്ത് വീണ്ടും കുറെ സ്മോൾ ഓപ്ഷൻസ് ചേർപ്പുണ്ട്. ഇഫ് യു വാണ്ട് ടു റീപ്ലേസ് ഓൺലി വൺസ്, ഒറ്റ ഒരു തവണ മാത്രമേ റീപ്ലേസ് ചെയ്യേണ്ടതുള്ളെങ്കിൽ ആദ്യത്തെ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. ഒരു റീപ്ലേസ് മാത്രം തന്നിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന റീപ്ലേസ് ആണ് കേട്ടോ. സോ യു ഹാവ് ടു ക്ലിക്ക്. ഈ ചിത്രത്തിൽ താഴെ ഇവിടെ റീപ്ലേസ് ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് തന്ന ഓപ്ഷൻ കണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കോ. ഓക്കെ, if we have to change only one word, we can click on replace. So ഒറ്റ വാക്യമുള്ളെങ്കിൽ റീപ്ലേസ്. ഇനി റീപ്ലേസ് ഓൾ എന്നാണെങ്കിൽ, അതായത് if we have to replace so many words, so many boxes has to be changed to, we have to click on replace all. Okay, അപ്പോൾ ഈ ഫോക്സ് എന്ന് എഴുതിയെല്ലാം നമുക്ക് അപ്പോൾ ഒരു വലിയ സ്റ്റോറിയാണ്. സ്റ്റോറിയിൽ ഫോക്സ് എന്ന് വന്നിരിക്കുന്നു. അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് we have given a new name for that fox. So if you want to replace so many foxes like that way to the new word kuttu, we have to click on replace all. But only one is there means we have to replace. We have to click on replace. ഒരെണ്ണം മാത്രമേ മാറ്റാനുള്ളെങ്കിൽ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ റീപ്ലേസ് ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ഓൺ ഫൈൻഡ് നെക്സ്റ്റ് ടു ഫൈൻഡ് ദ നെക്സ്റ്റ് വേർഡ് ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ റീപ്ലേസ്. പിന്നെ ഇപ്പൊ നമ്മൾ ഒരേപോലത്തെ കുട്ടു എന്ന് മാത്രം. ഇനി അതല്ലാതെ വേറൊരു ഇനിയും ഉണ്ട് അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ മറ്റു വേർഡുകളും കൂടെ ഉണ്ടെങ്കിൽ റീപ്ലേസ് നെക്സ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ളതിൽ ഫൈൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ വരും. അന്നേരം നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ടൈം ആകുമ്പോഴത്തേനും ഇതിലേക്ക് വേർഡ് ഇൻസ്റ്റാൾ ആയെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി കേട്ടോ. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൂടെ കാണിച്ചു തരാന്. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലോസിലേക്ക് പോകുക. റീപ്ലേസ് ബോക്സ്. രാജ കുഡ് ഹാവ് യൂസ്ഡ് following option also to replace all the errors of the word cream. Click on replace all words instantly. MS Word displays the message given in the figure 521 when it has made all the replacements. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പേജ് 41 ഫസ്റ്റ് ചിത്രത്തിൽ കാണിക്കുന്ന പോലെ വേർഡ് കംപ്ലീറ്റഡ് സെർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. പേജ് 41 നമ്മുടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ will show like that. The word has the it's a search of the document 1 and has made 4 replacements. ഇപ്പം 4 വാക്കുകൾ തിരുത്തെങ്കിൽ 4 replacements. 20 are there means 20 replacements എന്ന് കാണിക്കും. Okay, and click on close to close the find and replace box. പിന്നെ അവിടെ അത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലോസിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ ഈ റെഡ് കളറിൽ ഇവിടെ റെഡ് കളർ കാണാം അല്ലേ, ക്ലോസ് ചെയ്യാൻ വേണ്ടി റെഡ് കാണുന്നില്ലേ? ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ ലൈക്ക് ദിസ് വേ ഈസിലി വി ക്യാൻ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളൊരു സ്പെല്ലിംഗ് ഇപ്പൊ ഒരു ലെസന്റെ സ്പെല്ലിംഗ് ഏതെങ്കിലും ഒരു വേർഡില് സ്പെല്ലിംഗ് ഇഫ് യു ഹാവ് മെയ്ഡ് മിസ്റ്റേക്ക്, നിങ്ങളുടെ മനസ്സിൽ സപ്പോസ് ഇവിടെ ഇപ്പൊ ക്രീമിന്റെ കാര്യം പറഞ്ഞ പോലെ CRAEM എന്നൊരു കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് ബോധ്യമായത് CREAM ആണ്. So കുറേ തവണ ക്രീം ആ wrong spelling he had written. That's so easily he can find out from this computer option find and replace. ഇനി നമ്മൾ തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോവുകയാണ്. നമ്മുടെ ജോസി മുമ്പ് സെർച്ച് ചെയ്ത പോലെ ഇരിക്കും. It will take a long time to complete it, isn't it? നമുക്ക് ഒരുപാട് സമയം എടുക്കും. പക്ഷെ കമ്പ്യൂട്ടർ വലിയ ഫാസ്റ്റ് ഇത് നമ്മളെ ഓപ്ഷൻ എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേനും വരും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈസി ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ എക്സാം എഴുതിയില്ലേ? You have attended. അയ്യോ അവിടുന്ന് ആരോ എന്തോ പറയുന്നുണ്ട്, ദിവസം മേലോട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് എക്സാം എഴുതിയപ്പോൾ നിങ്ങൾ പേപ്പറിൽ എഴുതിയിട്ട് ടീച്ചേഴ്സിന് അയച്ചു തന്നപ്പോൾ പിന്നെ you needed 2, 3, 4 days and all to get your result, isn't it? Because teacher had to correct all your papers one by one and all, isn't it? ഓരോന്ന് ഇങ്ങനെ വായിച്ച് ജോസി നോക്കി പോലെ നോക്കി വായിച്ച് റിസൾട്ട് കിട്ടിയപ്പോഴത്തേന് 3-4 ദിവസം കഴിഞ്ഞു അല്ലേ? But when you have written the Google form exam, computer and the GK, how fast we got the result?
Just clicked submit, view score. Suddenly score is there on the screen, isn't it? How fastly the computer does its work? Does it do its work? What about the teacher? Teacher was so slow, isn't it? Okay, like this way. ഇവിടെ ഇപ്പൊ ഈ മിസ്റ്റേക്കുകളൊക്കെ വന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേന് ഒരുപാട് സമയം എടുക്കും. പക്ഷെ കമ്പ്യൂട്ടറിലാണെങ്കിലോ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൊടുത്ത് ആ ഓപ്ഷൻ കൊടുത്ത് വേർഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചടക്കപ്പിടക്ക വേഗം കമ്പ്യൂട്ടർ പണി കഴിക്കും. മനസ്സിലായോ? Okay. Here, then there are many search options that you can use in the find and replace dialog box. Let us learn more about two of these options. Match case option. For example, if you type bag, MS Word will look for words which are written in all caps. That is, in all capital letters only. So, bag, bag, or bag. Means a small letter BAG, bag. And capital letter, full capital letter BAG. Next, small letter B and a AG will not be shown in the search. Find a whole words only option. ഇത് നമുക്കറിയാം, നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ സമയത്ത് ടീച്ചേഴ്സ് തന്നിട്ട് നിർദ്ദേശമുണ്ട്. ഇതുപോലെ ചില ആൻസറുകൾ നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ആൻസർ ഇഫ് ഇറ്റ് ഇസ് ഇൻ സ്മോൾ ലെറ്റർ വെൻ യു ടൈപ്പ് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സംടൈംസ് ആദ്യത്തെ പരീക്ഷയ്ക്ക് ചിലർക്കൊക്കെ അങ്ങനെ മിസ്റ്റേക്ക് വന്നേക്കും. കമ്പ്യൂട്ടർ നമ്മൾ സെറ്റ് ചെയ്ത ആൻസർ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, നിങ്ങൾ ചെയ്തത് സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പൊ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവൂല. അപ്പൊ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും, റോങ് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് വിടും. അപ്പൊ തന്നെ നിങ്ങൾ വിളിക്കും, മിസ്സേ എന്റെ ഉത്തരം ശരിയായിരുന്നു, പക്ഷെ കമ്പ്യൂട്ടർ പറയാണ് തെറ്റാന്ന് പറഞ്ഞു എന്ന് പറയും. അങ്ങനല്ലേ? അപ്പൊ ഞങ്ങൾ ഇവിടെ അങ്ങനെ ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? കമ്പ്യൂട്ടർ അങ്ങനെ ഒരു പ്രശ്നമാണ്. എന്താണോ നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദാറ്റ് ഓൺലി വിൽ കമ്പ്യൂട്ടർ അക്സെപ്റ്റ്, അതർ ദാൻ ദാറ്റ് നത്തിങ്. മനസ്സിലായോ? നമ്മൾ ഈ ലൈക്ക് ദിസ് ഇവിടെ ഫോർ എക്സാമ്പിൾ ബാഗ്, BAG ബാഗ്, if it is small letter BAG ബാഗ്, നമ്മൾ അവിടെ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്ത കമ്പ്യൂട്ടർ സമ്മതിക്കുവോ? സമ്മതിക്കൂല. കമ്പ്യൂട്ടറിൽ എന്താണ് സെറ്റ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കുള്ളൂ. ഓക്കെ, സോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് only which are written in all caps, that is in all capital letters only. So BAG bag, capital letter B and small letter AG or BAG bag will not be shown in the search. മനസ്സിലായോ? നമ്മൾ കമ്പ്യൂട്ടറിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ സെർച്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ BAG ബാഗ് എന്ന് സ്മോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നോക്കുകയേ ഇല്ല, കാരണം കമ്പ്യൂട്ടറിന് അറിയത്തില്ലത്. മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്താണെന്ന്? If we have typed full in capital letter and if we give search give for search option, but when we give search option they will ask a word, then if you have typed in small letter will it give any result? It cannot find the file number and കാണിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ സ്മോൾ ലെറ്ററിലാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരുന്നത്, കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് സ്മോൾ ലെറ്ററിലായിരുന്നു. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ കമ്പ്യൂട്ടർ അതും നോക്കൂല. എങ്ങനെയാണോ നമ്മൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ കമ്പ്യൂട്ടർ സമ്മതിക്കുള്ളൂ. മനസ്സിലായല്ലോ? അല്ലാതെ അയ്യോ ഞാൻ അങ്ങനെയായിരുന്നു, അതായിരുന്നു ഉദ്ദേശിച്ചത്, ഇതായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇപ്പൊ സമ്മതിക്കൂല. ഓക്കെ, find whole words only option. For example, if you have type BAG, that means small letter bag, small letter BAG bag, MS Word will search for the complete word BAG bag. It will not show words that might have bag as a part of the spelling, such as baggage. ഇനി ബാഗേജ്, ബാഗ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ടൈപ്പ് ചെയ്തു വെച്ചിട്ട് സ്മോൾ ലെറ്റർ BAG ബാഗ്. ഇനി നമ്മൾ അതിന്റെ സെർച്ച് കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള എല്ലാ BAG ബാഗ് എല്ലാ BAG ബാഗും നമ്മളെ കാണിക്കും. പക്ഷേ ബാഗേജ് എന്ന് പറഞ്ഞൊരു ബാഗ് ഉണ്ടെങ്കിൽ അത് കാണിക്കൂല. ക്യാപിറ്റൽ ലെറ്റർ എഴുതിയേക്കുന്ന BAG ബാഗ് കാണിക്കില്ല. എന്റെ മുഹമ്മദ് കൂട്ടാ, ഇത് എന്തുവാടാ കയറൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട്? മുഹമ്മദ് കൈയൊക്കെ താത്തിട്ടോ, ഹാൻഡ്സ് അപ്പ് വേണ്ട. I have no gun with me. Okay. ജോസി ആലോചിക്കണ്ട, ഞാൻ അവനോടാ പറഞ്ഞത്, നിന്നോടല്ല. ജോസി ഇങ്ങനെ എന്താ സംഭവം, മുഹമ്മദിന് പിടി കിട്ടിയല്ലേ മുഹമ്മദേ? എന്തൊരു കയറൊക്കെ പിടിച്ച ഹാൻഡ്സ് അപ്പ് ചെയ്യാൻ പറഞ്ഞ തോക്കും കൊണ്ട് വന്നു കഴിയുമ്പോൾ ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ കൈ പൊക്കി പിടിക്കൂലേ എന്ന് പറഞ്ഞ പോലെ. ശരി, ഇപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ വാട്ട് വി ഹാവ് ടൈപ്ഡ്
only like that way. ആ മോഡലിൽ അതേ രീതിയിൽ തന്നെ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ സെർച്ചിന് കൊടുത്താൽ അങ്ങനെയല്ല. നമ്മൾ മാറി കൊടുത്തു ഇനി ഒരു അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയി പോയി, ഒരു ലെറ്റർ സ്മോൾ ലെറ്റർ ആയി പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ will not search for that. Okay, next click term. Rindu typed this article for school newspaper, but she didn't know that Sheetal was a girl. How can she correct this article by changing the pronouns? So ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ആർട്ടിക്കിൾ സ്കൂളിന് വേണ്ടി ടൈപ്പ് ചെയ്തു. അതിനകത്ത് ആ കുട്ടിക്ക് ശീതൽ എന്നായിരുന്നു നെയിം. അപ്പൊ he thought that അതായത് Rindu thought that Sheetal is a boy. She didn't know that it is a girl. So only once we will write Sheetal. After that pronoun we will use. What is pronoun? The pronoun is the word which we use instead of a noun, isn't it? So in second sentence onwards we will use she, isn't it? അപ്പം ഒരു ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്തു. അതില് ശീതൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചായിരുന്നു. ശീതൽ ഒരു ഗേൾ ആണ് ഈ ആർട്ടിക്കിൾ എഴുതിയ ആൾക്ക് അറിയത്തില്ലായിരുന്നു. തിങ്കിങ് ദാറ്റ് ഇറ്റ് ഈസ് എ ബോയ്. എല്ലായിടത്തും പ്രൊനൗൺ ആയിട്ട് ഉപയോഗിച്ചത് ഹി എന്നാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വായിച്ച് ലാസ്റ്റ് ആണ് മനസ്സിലാകുന്നത്, അയ്യോ ശീതൽ ഈസ് എ ഗേൾ. അപ്പൊ ഇനിയിപ്പോ ഈ ഹീനി എല്ലാം മാറ്റി ഷീ ആക്കണം അല്ലെ, എല്ലാം ഷീ ആക്കണം. സോ അതിനെന്താണ് ചെയ്യേണ്ടത്? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൊടുക്കാം. സോ ഫസ്റ്റ് നമ്മള് ഫൈൻഡ് ആൻഡ് റീപ്ലേസിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഫൈൻഡ് എന്നുള്ള വേർഡില് ഫൈൻഡ് വാട്ട് എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ എന്റെ കുഞ്ഞാടിന്റെ തിരി കണ്ടാ മതി. ഫൈൻഡ് എന്നുള്ളടത്ത് പോയി ഫൈൻഡ് വാട്ട് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഹീ കൊടുക്കണം. റീപ്ലേസ് വിത്ത് എന്നുള്ളടത്ത് ഷീ കൊടുക്കണം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കീയും മാറി ഷീ ആയിക്കോളും. ഓക്കെ. Sheetal is having a fantastic season this year. His record ഇവിടെ തന്നിരിക്കുന്നത് ആർട്ടിക്കിൾ ഇതാണ്. പേജ് നമ്പർ 42 ഫസ്റ്റ്. Sheetal is having a fantastic season this year. His record win at the cricket championship last week won him the player of the tournament title. He made 325 runs in 4 matches. His parents are delighted at his success and are looking forward to seeing him in the national junior cricket team soon. ഇതാണ് ടൈപ്പ് ചെയ്ത സെന്റൻസ്. ഇതെല്ലാം ഇപ്പം ശീതൽ ഒരു ബോയ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഹി, ഹിം, ഹിസ് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അവൻ, അവന്റെ, അവന് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പം പിന്നീടാണ് മനസ്സിലാകുന്നത് ശീതൽ ഈസ് നോട്ട് എ ബോയ്, ശീതൽ ഈസ് എ ഗേൾ. സോ ഹി ഹാസ് ടു റീപ്ലേസ് ഓൾ ദാറ്റ്. ബോയ്ക്ക് കൊടുത്ത ആ പ്രൊണൗൺ എല്ലാം ഇനിയിപ്പോ മാറ്റി ഗേളിന്റെ പ്രൊണൗൺ ആക്കണം അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കണം? ശീതൽ ഈസ് ഹാവിങ് എ ഫണ്ടാസ്റ്റിക് സീസൺ ദിസ് ഇയർ. ഹിസ് റെക്കോർഡ് എന്നുള്ളടത്ത് ഹെർ റെക്കോർഡ് ആയിരിക്കണം. ഇതൊക്കെ പിന്നെ ഓരോന്ന് ഒന്നും രണ്ടും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഹിസ് റെക്കോർഡ് വിൻ അറ്റ് ദ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് അറ്റ് ലാസ്റ്റ് വീക്ക് വൺ ഹിം എന്നുള്ളടത്ത് ഷീ ആയിരിക്കണം. വൺ ഹെർ ആയിരിക്കണം. സോറി, വൺ ഹെർ ദ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ടൈറ്റിൽ. പിന്നെ നെക്സ്റ്റ് ഹി വന്നിടത്ത് ഷീ ചേർക്കണം. ഷീ മേഡ് 325 runs in 4 matches. His parents എന്നുള്ളത് her parents are delighted at her success and are rare looking forward to seeing him in the national junior cricket team soon. Him എന്നുള്ളത് വീണ്ടും her ആക്കണം. അപ്പം ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. അതിന്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ്? ഗോ ടു ദ ബിഗിനിങ് ഓഫ് ഡോക്യുമെന്റ്. ഓൺ ദ ഹോം ടാബ് അണ്ടർ ദ എഡിറ്റിംഗ് ഗ്രൂപ്പ് ക്ലിക്ക് ഓൺ ദ റീപ്ലേസ് ഐക്കൺ. Click on the replace tab of the find and replace dialog box. In the find what എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് വേർഡ് ഹിസ് എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്യണം. In the replace with എന്നുള്ള ഓപ്ഷനിൽ ഹെർ എന്നൊക്കെ ആക്കണം. എന്നിട്ട് നമ്മള് റീപ്ലേസ് ഓറന്നെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മള് റീപ്ലേസ് അല്ല റീപ്ലേസ് ഓൾ കൊടുത്താൽ എവിടെയൊക്കെ മാറ്റാനുണ്ടോ അവിടെയെല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ. Where does the text go when we cut it? Okay, അത് ഇവിടെ തന്നിരിക്കുന്നത് ഞാൻ അടുത്ത ദിവസം സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. The text goes to the Microsoft Office clipboard. The clipboard can be
used for storing data for a short while. The clipboard has the text and pictures that have been cut or copied. ഈ ചിത്രത്തിൽ നോക്കിയ പേജ് 42 ലാസ്റ്റ് പിക്ചറിൽ നോക്കിയേ താഴെ ഒരു ചെറിയൊരു ചുമന്ന മാർക്കിൽ ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്ന റൗണ്ട് ചെയ്തേക്കുന്ന കണ്ടോ? ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മള് കട്ട് ആൻഡ് കോപ്പി കൊടുക്കുന്ന അല്ലെ, കട്ട് ആൻഡ് കോപ്പിയുടെ ഓപ്ഷൻ ഒക്കെ അവിടെ വരുന്നത്. Did you see? പേജ് നമ്പർ 42 ലാസ്റ്റ് പിക്ചറിൽ ഒരു റൗണ്ടിൽ ഇങ്ങനെ വെച്ചേക്കുന്നേ കണ്ടോ? ഓക്കെ, ടു വ്യൂ ക്ലിപ്ബോർഡ്. അപ്പൊ നമ്മള് ഏതെങ്കിലും ഓപ്ഷൻ കട്ട് ആൻഡ് കോപ്പി ഒക്കെ കൊടുക്കില്ലേ, കട്ട് ആൻഡ് കോപ്പി, കോപ്പി ആൻഡ് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം എവിടെയാ പോകുന്നതെന്ന് അറിയാവോ? പിന്നെ നമ്മൾ കാണുന്നില്ല അല്ലെ. ക്ലിക്ക് ഓൺ ദി ഓപ്ഷൻ കട്ട്, കട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പോയി ആ സാധനം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചപ്പം കാണിച്ചതായിരുന്നു അതല്ലേ? ഓക്കെ, അപ്പൊ അവിടുന്ന് പോയി. അപ്പൊ തൽക്കാലത്തേന് പേസ്റ്റ് ചെയ്യുന്നത് വരെ അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഈ കണ്ട ഓപ്ഷനിലാണ്. അതായത് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ, റൗണ്ട് ചെയ്തേക്കുന്നത് കണ്ടോ, അവിടെയാണ് തൽക്കാലം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ വെൻ വി പ്രസ് ഓൺ പേസ്റ്റ് ഓപ്ഷൻ, പേസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് അത് ഇപ്പുറത്തെ സ്ക്രീനിൽ വരും. നമ്മൾ എവിടെ പേസ്റ്റ് ചെയ്യണോ അവിടെ വരും. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് അവിടുന്ന് കട്ട് ചെയ്തിട്ട് മൗസിനകത്ത് ഇരിക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് സഡൻലി ഇറ്റ് ഈസ് മൂവ് ടു ദാറ്റ് ക്ലിപ്ബോർഡ്. ഓക്കെ, so the text goes to the Microsoft Office clipboard. The clipboard can be used. മക്കളെ ടൈം കട്ടാ, നമ്മുടെ ക്ലാസ് കട്ടാവേ, കട്ടാ ഇന്നലെ രാവിലത്തെ ക്ലാസ് പോലെ പെട്ടെന്ന് പറയാൻ പറ്റാതെ പോകും. Clipboard can be used for storing data for a short while. The clipboard has a text and pictures that have been cut or copied. When you exit all Office programs and restart your computer, the Office clipboard is cleaned of all items. അപ്പം നമ്മൾ ഇനി ഈ സ്റ്റോർ ചെയ്ത് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയും പേസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട്, അതുലല്ല ജോയല്, ഞാൻ വരുന്നുണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് കേട്ടാ ജോയലെ. ഓക്കെ, സൈഡില് വെച്ചിട്ടുണ്ടാകും. പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് കഴിയും. പിന്നെ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും എല്ലാം ക്ലിയർ ആയിട്ട് അവിടുന്ന് പോകും. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമ്മുടെ ടൈം കഴിഞ്ഞു. ബൈ ദെൻ.